നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിക്കാൻ ഇനി യാതൊരു കാരണങ്ങളില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ആത്മഹത്യ എന്ന മാർഗം ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷകളും ഇല്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ നെയ്യാറിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള ദുരൂഹതകളും പോലീസ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ ഇവരുടെ ആത്മഹത്യയിൽ ദുരൂഹതകൾ നീക്കി പോലീസ് രംഗത്ത് വരികയാണ്. ഇവരുടെ ഏക മകന്റെ മരണത്തിൽ മനം നൊന്താണ് നെയ്യാറിൽ ചാടി ഈ ദമ്പതികൾ ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. തിരുവനന്തപുരം മുട്ടട സ്വദേശി സ്നേഹാദേവ്, ഭാര്യ ശ്രീകല എന്നിവരാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. മകന്റെ സ്കൂൾ ബെൽറ്റ് അരയിൽ കെട്ടിയ നിലയിലായിരുന്നു സ്നേഹാദേവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മകന്റെ മരണത്തിലെ വേദന സഹിക്കാനാകുന്നില്ല, ഇതിനുശേഷം ജീവിതം ദുരിതപൂർണമാണ്, ഇനിയും ജീവിക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ വിവരങ്ങളാണ് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. മകൻ മരിച്ചതിന് ശേഷം ഒറ്റപ്പെട്ടു പോയ, ഇനി ജീവിക്കാൻ തങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമൊന്നുമില്ല, ജീവിതം ഞങ്ങളുടെ ദുരിതപൂർണമാണ് എന്നുള്ള ഒരു കുറിപ്പും അവർ പങ്കുവച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് രണ്ടുപേരും വളരെ നെഞ്ചുലയ്ക്കുന്ന രീതിയിൽ ഒരു ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുത്തത്. ഇവർ പുഴയിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് നിഗമനം. ഇരുവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഇരുവരുടെയും ഏക മകനായിരുന്ന ശ്രീദേവ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അപകടത്തിൽ മരിച്ചത്. ലോ അക്കാദമിയിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഏക മകനായിട്ടുള്ള ശ്രീദേവ്. ശ്രീദേവിന്റെ മരണം നൽകിയ വേദനയിൽ നിന്ന് കരകയറാനാകാതെ ജീവിക്കുകയായിരുന്നു ഈ ഒരു അച്ഛനും അമ്മയും, ആരും കൂട്ടിനില്ലാതെ. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നെയ്യാറിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ശ്രീകലയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ സമീപത്ത് നിന്ന് സ്നേഹാദേവിന്റെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് വിവരം. കൈകൾ പരസ്പരം കെട്ടിയിട്ടുണ്ട്. കരയിൽ നിന്ന് 4 പേജുള്ള ആത്മഹത്യാ കുറിപ്പും ചെരുപ്പുകളും കൂടാതെ ജ്യൂസ് ബോട്ടിലുകളും കണ്ടെത്തിയിട്ടുണ്ട്. അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള നെയ്യാറിലായിരുന്നു സംഭവം. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് രാവിലെ 8:30 കാറിലാണ് ദമ്പതികൾ എത്തിയത്. തുടർന്നാണ് വെള്ളത്തിലേക്ക് ചാടിയത്. ഇവരുടെ ഏക മകൻ ശ്രീദേവ് നേരത്തെ മരിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ശ്രീദേവ് മരിച്ചത്. 1 വർഷം തികയാനിരിക്കെയാണ് ദമ്പതികളും ജീവനൊടുക്കിയത്. ലോ അക്കാദമിയിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന ശ്രീദേവ് ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. മകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു മരണം മൂലമുള്ള ആഘാതമാകാം ദമ്പതികൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ആത്മഹത്യാ കുറിപ്പും വ്യക്തമാക്കുന്നത്. വളരെ നെഞ്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണിത്.